ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാവ്യപ്രകാശ് എന്നറിയപ്പെടുന്ന പ്രകാശിനെയാണ്. പ്രകാശിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് ഈ കാവ്യപ്രകാശ്. കാവ്യപ്രകാശ് ഇപ്പോൾ ലോട്ടറി വിൽപ്പനയിലാണ് ഉള്ളത്. ലോട്ടറി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ ലോട്ടറി കൂടുതലായിട്ട് ലോട്ടറി എടുത്ത ഒരു വ്യക്തിയാണ് ഇയാൾ. അയാൾ കാവ്യമാധവനെ കല്യാണം കഴിച്ചു പോയതിന് ശേഷം അയാളെ വീട്ടിലൊക്കെ പണ്ട് ഫോട്ടോകളുണ്ടായിരുന്നു. കാവ്യമാധവൻ്റെ വിധതരത്തിലെ ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. കാവ്യമാധവനെ കല്യാണം കഴിച്ച ശേഷം ആ കാവ്യമാധവനോടുള്ള ആരാധന കുറഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് കാവ്യപ്രകാശിന് ഈ ദിലീപിൻ്റെ വിധി, കാവ്യമാധവൻ്റെ ഭർത്താവായ ദിലീപിൻ്റെ വിധി വന്നതിനെക്കുറിച്ച് എന്താണ് പ്രകാശിന് പറയാനുള്ളത്? അതിലെനിക്ക് സന്തോഷമില്ലു. അതായത് ഞാൻ ദിലീപിൻ്റെയും എല്ലാ നടന്മാരെയും സിനിമ കാണുന്നുണ്ട്. അതായത് കാവ്യമാധവനിൽ ഒരു ആരാധനയില്ലു. അപ്പോൾ ഞാൻ എത്രയോ 50 ലക്ഷം രൂപ ലോട്ടറി എടുത്ത് കളഞ്ഞു. കല്ലും മണ്ണും പേർന്നിട്ട് ഇത്രയും ലോട്ടറി എടുത്ത് ഒരു പ്രൈസ് കിട്ടിയില്ല. അപ്പോൾ ഈ വിധി വരാൻ മുമ്പിട്ട് ഒരാഴ്ച മുമ്പിട്ട് നമ്മളെ ഏഴവും ശിവൻ്റെ അമ്പലത്തിലും മറ്റേ ആദ്യയുടെ കൃഷ്ണമ്പലത്തിലും പുഷ്പാഞ്ജലി കഴിച്ചു. ഇവൻ്റെ വിധി ജയിക്കാൻ വേണ്ടി. അതായത് കാവ്യമാധവൻ്റെ പുരനാണ്. അവൻ തോറ്റു കഴിഞ്ഞാൽ അവൾ ഖേദിക്കും, അവളെ പുരനാണ്. അപ്പോൾ ഞാനൊരു ആരാധനയിലെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ ആളിങ്ങനെ ഉടാപ്പി എന്തെല്ലോ പറഞ്ഞുകൊണ്ട് കാവ്യനെ പ്രേമിക്കുന്ന കല്യാണം കഴിക്കുന്ന അതൊന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല. ഒരു ആരാധനയിലെ ഒരു ചിന്ത. അപ്പോൾ ഒരാഴ്ച മുമ്പിട്ട് ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞ ശേഷം വിധി വന്നു, ഓൻ ജയിച്ചു. അതിലെനിക്ക് സന്തോഷമില്ല. അമ്മ മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ലേ? ഇല്ല, ആഗ്രഹം ഉണ്ടായിനി. പക്ഷേ അതല്ല, അത് പിന്നെ എന്തെല്ലോ പറയും. പക്ഷേ എനിക്കൊരു ആരാധനയിലോ ചിന്താഗതി ഉണ്ടായിട്ടു. ചില ആളിങ്ങനെ അങ്ങനെ എന്തെല്ലോ പറഞ്ഞുണ്ടാക്കി. ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ദിലീപിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് ജയിച്ചു. അതിലെനിക്ക് സന്തോഷം. അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോൾ പൈനൂർ വന്ന് ഒരു സൈം എടുത്തു, ലോട്ടറി എടുത്തു. ആ സന്തോഷം പോകുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ ദിലീപ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇനിയും എന്താ പുഷ്പാർച്ചന? ഇനിയും പുഷ്പാഞ്ജലി. ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ശിവനും കൃഷ്ണനാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ ഞാൻ പുഷ്പാഞ്ജലി ഒരാഴ്ച മുമ്പിട്ട് ചെയ്തിരുന്നു. എത്രയോ 600 റുപ്യ. ഓൻ്റെ ഒരു ഉറുപ്പില്ല എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നല്ലൊരു വ്യക്തിയായതുകൊണ്ട് പിന്നെ ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചു. അതുകൊണ്ട് അവൻ ജയിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം. ഈ കാവ്യമാധവനുമായിട്ട് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇല്ല, കണ്ടുമുട്ടിയില്ല. ദിലീപ് വരെ ഇത് കണ്ടിട്ട്. ഇപ്പം ദിലീപ് കണ്ടിട്ടുണ്ടാവും. കണ്ടാൽ ദിലീപ് കണ്ട സ്ഥിതി ഈ ന്യൂസ് കണ്ട ശേഷം പിന്നെ ദിലീപ് കാണാനൊരു സാധ്യതയുണ്ട്. കാണണം. അതിൻ്റെ ഇതാണ് ഞാൻ ഇത്രയും പുഷ്പാഞ്ജലി ചെയ്ത സ്ഥിതിക്ക് അവൻ എന്നെ കാണണം. അതാ അതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ ദിലീപിലേക്ക് ഈ വീഡിയോ എത്തുവാണെങ്കിൽ നിങ്ങളെ ദിലീപ് എന്തായാലും ബന്ധപ്പെടുന്ന ആഗ്രഹമുണ്ട് എനിക്ക്. ദിലീശ്വര അവരെ വീട്ടിൽ പോയിനോ നിങ്ങൾ? ഇല്ല, അങ്ങോട്ടൊന്നും പോയില്ല. ഈ ദിലീപിൽ നിരപരാധിയാണെന്ന് നിങ്ങൾ പറയുന്നത്? നിരപരാധി എന്ന് പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ പോകുന്ന ഒരാൾ കൊന്നിട്ടൊന്നുമില്ല. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ ഈ ബംഗാളി ആരെല്ലാം വന്നിട്ട് ബലാസം കഴിഞ്ഞിട്ട് പാര കയറ്റിട്ടും കുത്തിട്ടും കൊല്ലുന്നില്ലേ? അതങ്ങനെ ചെയ്തിട്ടില്ല. അത് പണ്ട് കാലത്തിൽ പീഡനം എല്ലാം ഉണ്ടായിനി, എന്തെല്ലാം ഉണ്ടായിനി. പക്ഷെ അതെല്ലാം മറച്ചു വെക്കില്ലേ? പക്ഷെ ഓനാരും കൊന്നിട്ടില്ല. അപ്പോൾ കുറച്ച് പൈസ കാണുമ്പോൾ ഓനുള്ള ദുഷ്ടല്ല കുറേ ഉണ്ടാവും. എനിക്കിപ്പോൾ നാളെ ഇപ്പോൾ 20 കോടി അടിച്ചാൽ എന്നെ തട്ടാനുണ്ടാവും. അതൊരു വേറെ വിഷയം. അപ്പോൾ പെണ്ണിൻ്റെ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ സന്തോഷപ്പെടുന്നു. അതിൽ വിജയിച്ചു. ഞാൻ അവൻ്റെ വീട്ടിൽ ഞാൻ പുഷ്പാഞ്ജലി അയച്ചു. അവൻ്റെ ഒരു ഉറുപ്പ് പോലും എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ശ്രീകൃഷ്ണ അമ്പലമാണ്, പിന്നെ ശിവൻ്റെ അമ്പലം. ആ 2 സ്ഥലത്തും ഞാൻ ക്ഷേത്രത്തിൽ നല്ലൊരു വലിയ കമ്മിറ്റിക്കാരനാണ്. കമ്മിറ്റിയിലൊരു ഭക്തനാണ്. പിന്നെ പാർട്ടിയിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ വേണ്ടിയാണ് പുഷ്പാഞ്ജലി കഴിച്ചു. അപ്പോൾ ചിലയാൾ പറഞ്ഞു, നിങ്ങൾ കല്ല് പേറിയ പൈസയ്ക്ക് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ഓൻ്റെ ഭാഗം എന്തെങ്കിലും ഉറുപ്പ് കിട്ടുമോ എന്ന് വെച്ചു. അതല്ല, എൻ്റെ ഒരു പ്രാർത്ഥന ബാധിക്കുമോ. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രാർത്ഥന പാലിച്ചു. അതുകൊണ്ട് വിജയിച്ചു. അതിലെനിക്ക് സന്തോഷം. ഇന്ന് ലോട്ടറി എടുത്തിരുന്നോ? ഇന്ന് ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. എത്ര ലോട്ടറി എടുത്തു? ഒരു സെയിം എടുത്തിനി. അതെ അല്ലേ? 4 ഉണ്ടായി എടുത്തു. ഇപ്പം എടുക്കാൻ കഴിയില്ല ലോട്ടറി. അപ്പം പിന്നെ ഇപ്പോൾ കയ്യണ്ട. ചേരി പാണ്ട പോലെ കളിയാണ്. ചേരി പാണ്ടെന്ന് പറയുമ്പോൾ തയമ്പ്. ഇത്രയും കാലം പണിയെടുത്തിട്ടില്ല. ഇതാണ് നമുക്കിനി ടച്ച് ഫോണില്ല. ഇതേപോലത്തെ ഫോണാണ്. ഇതേപോലത്തെ സാധാരണ ഫോണാണ്. അപ്പോൾ ഇതിങ്ങനെ ആരെങ്കിലും സഹായിക്കുന്ന വെച്ചാൽ ഇനി സഹായിക്കാൻ കിട്ടൂല. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ദിലീപ് അറിഞ്ഞാൽ വന്ന് എന്നെ കണ്ടാൽ അതിലൊരു ഞാൻ നന്ദി പറയും. ഇപ്പോൾ കാവ്യനെ വിട്ട് ലോട്ടറിനെ സ്നേഹിക്കാൻ ലോട്ടറിനെ സ്നേഹിക്കാൻ ആരാധന അത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ.